ഇത് കുറച്ച് കൂടിപ്പോയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ബ്ലാക്ക് ഹെയർസ് ഒക്കെ വളരെ കുറവായിട്ട് കാണുന്നുള്ളൂ. What's your name? Mahesh. Where are you from? എങ്ങനെ ആവുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ബിക്കോസ് ഞാൻ ചൂസ് ചെയ്ത കളർ അല്ല ആക്ച്വലി. ഇത് ആദ്യം ഉണ്ടല്ലോ ഞാൻ കളർ ചെയ്തത് ഒരു റെഡ് കളറായിരുന്നു. MBA പഠിക്കുന്ന സമയത്ത് ചെയ്താണ്. വീട്ടിലാണെങ്കിൽ ഭയങ്കര ദേഷ്യമായിരുന്നു കളർ ചെയ്യണോ വൃത്തിയാട്ടോ. ഓമരെന്ന് പറയുന്നത് ആരെങ്കിലും കാർക്കിച്ച് തുപ്പിയാന്ന് മുറുക്കിയിട്ട് തുപ്പിയാന്ന് ചോദിക്കുമായിരുന്നു. രണ്ടാമത്തത് ഞാനൊരു വയലറ്റ് അടിച്ച് ബ്രൗൺ അടിച്ച് പച്ച കളറായി. ബ്ലോണ്ട് പ്ലസ് ഒരു റെഡ് അങ്ങനെ എന്തോ അടിച്ചു. പിന്നെയും ബ്രൗൺ അടിച്ചു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അർജുൻ മൂക്കുത്തിയും പല്ലിന് ശേഷം ഞാനിന്ന് അടുത്തൊരു സെൽഫ് കെയർ ഡേ ആയിട്ട് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാനിന്ന് എൻ്റെ ഹെയർ കളർ ചെയ്യാൻ പോവുകയാണ് ഗൈസ്. കുറേ നാളായി ഇപ്പം ബ്ലാക്ക് ഹെയർ ആയിട്ട് നടക്കുന്നത്. നേരത്തെ ഞാനൊരു ബർഗണ്ടി പ്ലസ് ഒരു ബ്രൗൺ ഷെയ്ഡിൻ്റെ ഒരു ഹൈലൈറ്റ്സ് കൊടുത്തായിരുന്നു. അതിപ്പോൾ ഫെയ്ഡായി. അപ്പം ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് കൂടെ ഒരു എന്താ പറയുക കൂളായിട്ടുള്ളൊരു കളർ. കൂൾ ഷെയ്ഡ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണും. പുതിയൊരു ഷെയ്ഡ് ഞാൻ ഇതുവരെ അപ്ലൈ ചെയ്യാത്തൊരു ഷെയ്ഡ് ട്രൈ ചെയ്യാണ്. ബ്രൗൺ ഫാമിലി ഓൺലി. ബ്രൗൺ കളർ റൈറ്റ്? ആൻഡ് ഹീസ് മൈ സ്റ്റൈലിസ്റ്റ്. ഹായ്. യാ ലെറ്റ്സ് സ്റ്റാർട്ട്. യാ ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം ഗൈസ്. അപ്പം നമ്മളുള്ളത് FTV തന്നെയാണ്. മൈ ഫേവറേറ്റ് ഗോ ടു സലൂൺ FTV MG റോഡിലുള്ള. അപ്പം നമുക്ക് ആദ്യം മുടി കഴുകാം. 3 ദിവസമായി തല കുളിച്ചിട്ട്. അതുകൊണ്ട് നമുക്ക് മുടി കഴുകിയിട്ട് കളർ ചെയ്യാം. ഓക്കെ, അപ്പോൾ മുടിയൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞ് ഡ്രൈ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കളർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടുത്തെ 1 കപ്പ് കാപ്പി കുടിച്ചു കഴിഞ്ഞു കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെടുത്ത കോഫി. അപ്പോൾ ഇത് കോഫി നമ്പർ 1 ആണ്. 2, 3 ഒക്കെ മിക്കവാറും നടക്കും. ഭയങ്കര ഇഷ്ടം എനിക്ക് അവിടുത്തെ. രാമുട്ടിനൊക്കെ പറയാറാണ് അവിടെ കോഫി കുടിക്കാറാണോ വന്നേ. 3 ദിവസം ആയല്ലോ കുളിച്ചിട്ടൊന്നുമല്ല, തല വാഷ് ചെയ്തിട്ട്. അപ്പോൾ തല വാഷ് ചെയ്ത് കഴിഞ്ഞു. കളാം. അപ്പോൾ ഇനി നമുക്ക് കളർ. What's your name? Mahesh. Where are you from? I'm from Bihar. Bihar. Do you know Malayalam? മലയാളം അറിയാമോ? No. Not understanding also. Not even understanding. A little bit I understand, but What do you know in Malayalam? Nothing. not that much. Not that much. You two people talking, no? So somewhat I. Oh, you could understand that. Okay, But okay. can't explain. ഓക്കെ, എങ്ങനെ ആവുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ബിക്കോസ് ഞാൻ ചൂസ് ചെയ്ത കളർ അല്ല ആക്ച്വലി. ഇത് ഞാൻ ആദ്യം ഒരു കളർ ചൂസ് ചെയ്തു. ആ കളർ ആക്ച്വലി ഇവിടെ ഇല്ല. അപ്പോൾ അതുപോലെ ഏകദേശം വരുന്ന ഒരു സംഭവം കളർ തന്നെയാണ് എനിക്ക് പ്രിഫർ ചെയ്തേക്കുന്നത്. അപ്പോൾ ആ കളർ എങ്ങനെയാവും നമുക്ക് നോക്കാം. ആദ്യം ഉണ്ടല്ലോ ഞാൻ കളർ ചെയ്തത് ഒരു റെഡ് കളറായിരുന്നു. ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു കളറായിരുന്നു. അത് ഞാൻ എപ്പോഴായിരുന്നു അറിയോ? MBA പഠിക്കുന്ന സമയത്ത്. MBA പഠിക്കുന്ന സമയത്ത് ചെയ്താണ്. വീട്ടിലാണെങ്കിൽ ഭയങ്കര ദേഷ്യമായിരുന്നു കളർ ചെയ്യണോ കളർ ചെയ്യണോ, അതും റെഡ് കളറോ, അങ്ങനെയൊക്കെ ഒരു സീനിൽ നിൽക്കണമായിരുന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നു അറിയോ? വീട്ടിലെന്തായാലും പൈസ തരില്ലല്ലോ. അപ്പം ഞാനൊരു ഫ്രണ്ടിൻ്റെ നിന്ന് കടം മേടിച്ച് പോയി കളർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് പോലും അത് ഇഷ്ടപ്പെട്ടില്ല. കഴിഞ്ഞെന്താണെന്ന് അറിയോ? ബൾക്കായിട്ട് ഒരുപാട് അങ്ങോട്ട് ചെയ്ത് ഹൈലൈറ്റ്സ് ഒന്നും അല്ലായിരുന്നു, മൊത്തത്തിൽ കളർ ചെയ്ത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് റിഗ്രറ്റായി. ഞാൻ വീട്ടിൽ വന്ന് കരച്ചിട്ട് തുടങ്ങി. അമ്മയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നോ പറഞ്ഞ സാധനത്തിന് ഞാൻ ഓൾറെഡി കൊണ്ട് കുളമാക്കിയതിൻ്റെ ഇത് വേറെ. അങ്ങനെ വീട്ടിൽ നിന്ന് നല്ല കിട്ടി. അപ്പം എൻ്റെ 2 കൂട്ടുകാരന്മാർ കാണാൻ വന്ന്, 10th എൻ്റെ കൂടെ പഠിച്ചത്. അവന്മാർ കാണാൻ വന്നിട്ട് അയ്യേ എന്ന് പറഞ്ഞിട്ട് എന്നെ ഭയങ്കരമായിട്ട് വീഴാനെന്ന് എനിക്ക് 2 10 ഉണ്ടെന്ന പോലെ ഞാൻ പിന്നെ കുരച്ചിട്ട് തുടങ്ങി. ഞാൻ എനിക്കിട്ട് മുടാന്ന് മുടി മൊട്ടയടിച്ചാലോ എന്ന് വരെ ഞാൻ അങ്ങനെ ചിന്തിച്ച്. പക്ഷെ കുറച്ചാൾ കഴിഞ്ഞപ്പം അത് ഫെയ്ഡ് ആവണേന് മുന്നേ അതൊരു വൃത്തികെട്ട് റെഡായി. വൃത്തികെട്ട് റെഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈറ്റ് റെഡ് ഇല്ലേ, ബ്ലഡ് റെഡൊന്നും അല്ല, ഇങ്ങനെ ഭയങ്കര ലൈറ്റ് റെഡായി. എൻ്റെ അമ്മേ. ആൻഡ് എനിക്ക് MBAക്ക് അവിടെ എന്നെ ബോയ്സ് എന്നെ കളിയാക്കുമായിരുന്നു വൃത്തിയാട്ടോമാർ. ഓമരെന്ന് പറയുന്നത് ആരെങ്കിലും കാർക്കിച്ച് തുപ്പിയാന്ന് മുറുക്കിയിട്ട് തുപ്പിയാന്ന് ചോദിക്കുമായിരുന്നു. അതായിരുന്നു ആദ്യത്തെ കളർ. രണ്ടാമത്തത് ഞാനൊരു വയലറ്റ് അടിച്ച്. എല്ലാം ഇങ്ങനത്തെ പോപ്പ് കളറായിരുന്നു പണ്ട് അടിക്കാൻ ഇഷ്ടം. അങ്ങനെ വയലറ്റ് അടിച്ച് കഴിഞ്ഞപ്പോൾ അത് പ്രീ ലൈറ്റിംഗ് ഒക്കെ ചെയ്തുകൊണ്ട് അത് മുടി നല്ല ഡാമേജ് ആയി. പിന്നെ വയലറ്റ് മാറ്റാൻ വേണ്ടി കുറേ നടന്ന് ബ്രൗൺ അടിച്ച്. അപ്പോൾ വയലറ്റും ഈ ബ്രൗണും കൂടെ മിക്സ് ആയത് ഒരു പച്ച കളറായി. ചെറുപയറിൻ്റെ വൃത്തിയായിട്ട് കളറില്ലേ, ആ കളറായി. അങ്ങനെ എൻ്റെ മുടി അങ്ങനെ നാശമായി. പിന്നെ ആ മുടി വെട്ടിക്കഴിഞ്ഞ് പിന്നെ ഞാൻ ഇങ്ങനത്തെ ഷെയ്ഡുകൾ, അതായത് ഒരു ബ്രൗൺ ഫാമിലിയിൽപ്പെട്ട ഷെയ്ഡുകൾ അടിക്കാൻ തുടങ്ങി. ഞാനൊരു ബ്രൗൺ അടിച്ചു. അതിന് ശേഷം അത് മാറ്റിയിട്ട് പിന്നെ ഒരു ബ്ലോണ്ട് പ്ലസ് ഒരു റെഡ് അങ്ങനെ എന്തോ അടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെയും ബ്രൗൺ അടിച്ചു. പിന്നെ ഇതാ എൻ്റെ അടുത്ത കോഫി വന്നു. ദിസ് ഇസ് മൈ സെക്കൻഡ് കോഫി. താങ്ക് യു.
You are preparing this coffee, right? Yeah. It's nice. ഞാനിവിടുത്തെ കോഫി ഫാനാ. A few moments later. അങ്ങനെ കളറിങ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഈ വൈറ്റ് കളർ ഉണ്ട് പിന്നെ വെള്ള കളറാന്ന് വിചാരിച്ചത്. പക്ഷേ this color will be brown color, right? Yeah. ഈ വെള്ള കളർ ഇനി ബ്രൗൺ കളർ ആകും എന്നാണ് നമ്മുടെ സ്റ്റൈലിസ്റ്റ് മഹേഷ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ അമൽ, മാനേജർ അമലാണ് എപ്പോഴും എന്നെ വിളിക്കാറ്. എന്താ നല്ല അടിപൊളി സ്റ്റൈലിസ്റ്റ് ആണ്, സൂപ്പറായിട്ട് കളർ ചെയ്യുന്നു പറഞ്ഞിട്ട് അവൻ പറഞ്ഞാണ് ഞാൻ വന്നിട്ടുള്ളത്. അങ്ങനെയാണ് വരുത്തണത്. ഇനി നന്നായിട്ടില്ലെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇതിനല്ല നിന്നെയായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. ഷെഫ് ടി വി എന്നെ എപ്പോഴും ഹാപ്പി ആയിട്ടാണ് വെക്കാറുള്ളത്. അതാണ് FTVയിലെ കോഫി. ഞാൻ പറയണായിരുന്നു രണ്ടാമത്തെ കോഫിയാണ് ഇത്. കഴിയുമ്പോഴത്തേക്ക് ഒരു 5-6 കോഫി കുടിച്ചിട്ടായിരിക്കും ഞാൻ ഇവിടെ ഇറങ്ങുന്നത്. ഇതെന്താവും നമുക്ക് കാണാം ഗൈസ്. $45 മിനിറ്റ് വെച്ചാൽ മതി. Just 45 minutes, right? But after then wash. Okay. വേവിയാണ് അന്ന് നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പോൾ ഇതാണെന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് നോക്കാം. ആ കളറിന് മാച്ച് ആവുന്ന പോലെ നമുക്ക് ഹെയർ സെറ്റ് ചെയ്യാം. എന്തേതായാലും കുളിക്കുമ്പോൾ പോലെ പിന്നെ കുളിക്കാത്തോണ്ട് കുഴപ്പമില്ല. മാസത്തിൽ 2 തവണ കുളിച്ചാല് എനിക്ക് ജലദോഷം വന്നിടും. തന്നെ എനിക്ക് അലർച്ചി. അപ്പം ഗൈസ് ദാ കളറിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇത് കുറച്ച് കൂടിപ്പോയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ബ്ലാക്ക് ഹെയർസ് ഒക്കെ വളരെ കുറവായിട്ട് കാണുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ട് ഇതിൻ്റെ ആഫ്റ്റർ ലുക്ക് അങ്ങനെ വരുമെന്നുള്ളത്. പക്ഷെ കുഴപ്പമില്ല, നോക്കാം നമുക്ക് എന്തായാലും. കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക അത്ര തന്നെ. അപ്പോൾ കളറിങ് ഏകദേശം കഴിഞ്ഞു. ഇനി നമ്മളൊരു 45 മിനിറ്റ്സ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി കളറായിട്ട് കിട്ടുമായിരിക്കും. തല കഴുകാൻ സമയമായി. കളർ ഇസ് വിസിബിൾ, റൈറ്റ്? ഇറ്റ്സ് വിസിബിൾ നോ? Yeah, let's see. അപ്പം നമുക്ക് കഴുകാം. അപ്പോൾ ഗൈസ് വാഷ് ചെയ്ത് കഴിഞ്ഞു. വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇനി ഡ്രൈ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ അവസ്ഥ മനസ്സിലാവുക. നോക്കണ്ട, ഇപ്പോൾ വലിയ അറിയണില്ല അല്ലേ. നമുക്കിത് ഇനി ട്രൈ ചെയ്യുമ്പോൾ കാണാം എങ്ങനെയാവുന്നു. ഇല്ലെന്ന് പറയണേ ഗായ്സ്. അപ്പോൾ ഹെയർ ദാ കേൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കേൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, കൊള്ളാം. ഇതുവരെ ഓപ്പൺ ചെയ്യാൻ പോവാണ്. നൈസാണ്. നമ്മ വിചാരിച്ചേക്കട്ടെ നൈസാണ്. പിന്നെ ഇപ്പം ഗായ്സ് എൻ്റെതാ കളറിങ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എന്താ ഇറങ്ങാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ലൈറ്റ് കളർ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. ഞാൻ കുറച്ച് ഡൗട്ടായിരുന്നു ഇതെനിക്ക് ചേരുമോ എന്നുള്ളത്. എന്തായാലും ചേർന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ എന്തായാലും കമൻസിൽ പറയാം. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.